അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനം പൂർത്തിയായി. 312 ഇലക്ടറൽ വോട്ടുകൾ ട്രംപ് നേടി. ഫലം പ്രഖ്യാപിച്ച 548 ഇലക്ടറൽ വോട്ടുകളിൽ 226 മാത്രമാണ് കമല ഹാരിസിന് നേടാനായത്. സ്വിംഗ് സ്റ്റേറ്റുകളിൽ 7ലും ട്രംപ് മികച്ച വിജയം നേടി. ബൈഡൻ ട്രംപ് കൂടിക്കാഴ്ച ബുധനാഴ്ച നിശ്ചയിച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചു. അരിസോണയിലെ ഫലം കൂടി പുറത്തു വന്നതോടെ 312 ഇലക്ടറൽ വോട്ടുകൾ നേടി വൻ വിജയമാണ് ട്രംപ് നേടിയിരിക്കുന്നത്. 11 ഇലക്ടറൽ വോട്ടുകൾ അരിസോണയിൽ മാത്രമുണ്ട്. പുറമെ സ്വിംഗ് സ്റ്റേറ്റായ പെൻസിൽവാനിയ, നവാഡ, നോർത്ത് കാരോലൈന, ജോർജിയ, മിഷിഗൻ, വിസ്കോൺസിൻ എന്നിവിടങ്ങളിലും മികച്ച വിജയം ട്രംപ് നേടി. വോട്ടെണ്ണൽ ആരംഭിച്ച ദിനം തന്നെ ട്രംപ് 277 ഇലക്ടറൽ വോട്ടുകൾ സ്വന്തമാക്കിയിരുന്നു. തുടർന്നും അദ്ദേഹത്തിന്റെ തേരോട്ടം മുന്നേറി ഇന്ന് 312 ഇലക്ടറൽ വോട്ടുകൾ നേടി പരിപൂർണ ഫലപ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമ്പോൾ അമേരിക്കയുടെ മനസ്സറിഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് വിജയം കൈവരിക്കുന്നത്. അനധികൃത കുടിയേറ്റവും സാമ്പത്തിക വിഷയങ്ങളും ഗർഭഛിദ്ര നിയമവും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചൂടേറിയ ചർച്ചയായി. ജോ ബൈഡനെ ആദ്യം സ്ഥാനാർത്ഥിയാക്കി പിൻവലിച്ചതിനു ശേഷം കമല ഹാരിസിനെ കൊണ്ടുവന്നതും കടുത്ത ഭരണവിരുദ്ധ വികാരവും ഡെമോക്രാറ്റുകളെ പ്രതികൂലമായി ബാധിച്ചു. തുടർന്നുണ്ടായ ജനകീയ മുന്നേറ്റത്തിൽ വീണ്ടും അമേരിക്കയെ ഒരു മഹത്തായ രാജ്യമാക്കാമെന്ന മുദ്രാവാക്യവുമായി എത്തിയ ട്രംപ് ചരിത്ര വിജയം നേടുകയായിരുന്നു. ബുധനാഴ്ച പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ച വൈറ്റ് ഹൗസ് നിശ്ചയിച്ചിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള കൃത്യമായ നീക്കവും ട്രംപ് നടത്തുന്നു എന്നാണ് വാർത്തകളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ജനുവരി 20-നാണ് പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.